ഹലോ. ഓർക്കിഡ് പൂക്കൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതിൻ്റെ ആ ഒരു പൂങ്കുല കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ ആ ഒരു പൂങ്കുലയാണ് നമ്മൾ ഈ ഒരു ക്രേപ്പ് പേപ്പർ വെച്ചിട്ടൊന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ കളർ ക്രേപ്പ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു പേപ്പറിൽ നിന്ന് ഇത്രയും വീതിയിൽ നീളത്തിലൊരു കഷ്ണം അങ്ങ് മുറിച്ചെടുക്കാം. ഈ ഒരു പേപ്പറിന് 10 രൂപയാണ് വില വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ലോണം പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പേപ്പറാണത്. അപ്പോൾ ഞാനിതാ ഒരു വിരൽ നീളത്തിൽ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ചധികം തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്കൊരു കത്രിക ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ 2 അറ്റത്തും ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ മുന്നേ ഞാൻ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചാനലിൽ പോയിട്ട് കണ്ടേക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരുപാടെണ്ണം അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ള വയറിൻ്റെ ഉള്ളിലുള്ള ഒരു ചെമ്പ് കമ്പി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് ചീന്തി എടുത്താൽ മതിയാവും കേട്ടോ. ഇലക്ട്രിക് സാധനങ്ങൾ ഉണ്ടാവില്ലേ പഴയ, അതിനകത്തൊക്കെ ഈ ഒരു വലുപ്പത്തിലുള്ള ചെമ്പ് കമ്പി ഉണ്ടാവും. അപ്പോൾ ഞാനിത് പല സ്ഥലത്തു നിന്നായിട്ട് കിട്ടിയത് ഇതങ്ങനെ ഒന്ന് ചുറ്റിയെടുത്ത് വെച്ചേക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു നീളത്തിലാണ് ഇത് മുറിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി മുറിച്ച് വെച്ചിരിക്കുന്ന ക്രേപ്പ് പേപ്പറിൽ നിന്ന് 2 എണ്ണം എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് അപ്പുറത്തോട്ടൊന്ന് തിരിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചെമ്പ് കമ്പി എടുത്തതിന് ശേഷം ഈ ഒരു പൂവിൻ്റെ മുകൾ വശത്തുകൂടി ഒന്ന് താഴത്തോട്ട് വെച്ചിട്ട് 2 ചെമ്പ് കമ്പിയും കൂടെ പിടിച്ചിട്ട് അങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിരിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ പൂവിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് നിവർത്തിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ചധികം പൂക്കൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു ചെമ്പ് കമ്പി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്ന് വെച്ചാൽ ആ ഒരു പേപ്പർ കീറി പോവാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചെമ്പ് കമ്പി എടുക്കുന്നത്. അപ്പോൾ ഞാനിതാ കുറേ പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നേരത്തെ വെട്ടിയെടുത്തിട്ടുള്ള ആ ഒരു പേപ്പറിൻ്റെ ബാക്കി വരുന്ന കുറച്ച് കഷ്ണങ്ങളില്ലേ, അത് നമുക്കിത് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് ചുരുട്ടിയതിന് ശേഷം ഒരു നീളത്തിലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. ഇനി പൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ചെമ്പ് കമ്പിയുടെ വലുപ്പത്തിൽ ഒരു കഷ്ണം എടുത്തതിന് ശേഷം ഈ ഒരു മുട്ടിൽമേൽ നമുക്കിത് അങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം. ഈ ഒരു രീതിയിൽ 1-2 എണ്ണം കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഇനി കുറച്ച് കട്ടിയുള്ള ഒരു ചെമ്പ് കമ്പി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഏതൊരു പഴയ ഇലക്ട്രിക്കിൻ്റെ സാധനത്തിൽ നിന്ന് ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. എന്തിൽ നിന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഫ്ലവർ വയർ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് 1 രൂപ 2 രൂപ നിരക്കിലൊക്കെയാണ് കടകളിൽ കൊടുക്കുന്നത്. അത് മേടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് നീളത്തിൽ തന്നെ ഒരു കഷ്ണത്തിൽ നിന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കമ്പിയിൽ മുഴുവനായിട്ട് തന്നെ ആ ഒരു ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കാം. ഗ്രീൻ ടേപ്പ് കയ്യിലില്ലാത്തവർ പ്ലാസ്റ്റിക്കിൻ്റെ പച്ച കവർ എടുത്തിട്ട് ചുറ്റിയെടുത്താലും മതിയാവും. അതിൻ്റെ ആ ഒരു കമ്പിയുടെ അവസാനവും അതുപോലെ തന്നെ ആ ഒരു ആദ്യ ഭാഗത്തും കുറച്ച് പശ തേച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ ഞാനിതാ മുഴുവനായിട്ട് തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടുകൾ എടുത്തതിന് ശേഷം ആ മുട്ടിൻ്റെ ബാക്കി വരുന്ന ആ ഒരു ചെമ്പ് കമ്പിയിൽ ഈ ഒരു ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ടുള്ള കമ്പിയിൽ നന്നായിട്ടൊന്ന് ചുറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ 1-2 മുട്ടുകൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മുട്ടിൻ്റെ തണ്ടുമേൽ വേണമെങ്കിൽ ഗ്രീൻ ടേപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറോ ചുറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ ഇതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് ഓർത്തത് കേട്ടോ. അതിന് ശേഷം നമുക്കിതാ ഓരോരോ പൂക്കളെടുത്തിട്ട് ഒന്നിടവിട്ടിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പൂവ് ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത സൈഡിലായിരിക്കണം അടുത്ത പൂവ് വെക്കേണ്ടത്. ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഓരോ പൂക്കളും തമ്മിൽ ചെറുതായിട്ടൊരു അകലം പാലിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റുകൾ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതെല്ലാം പോയി കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമാണെങ്കിൽ ആ ഒരു ക്രാഫ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കണം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ എല്ലാ പൂക്കളും ഈ ഒരു കമ്പിയിൽ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു വലിയ കമ്പി ഒന്ന് വളച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു വളഞ്ഞ രീതിയിലാണല്ലോ ആ ഒരു പൂങ്കുല നിൽക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ ഇലകൾ ഉണ്ടാക്കിയെടുക്കണം. ഇലകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ച കളർ ക്രേപ്പ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ പച്ച കളർ A4 ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലെ പച്ച അത് വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പച്ച കവർ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഞാനിതാ നീളത്തിലൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് ഇതാ രണ്ടാക്കി മടക്കിയതിന് ശേഷം ഒരു ഇലയുടെ ആകൃതിയിലൊന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓർക്കിഡിൻ്റെ ഇല ഈ ഒരു രീതിയിലാണല്ലോ ഉണ്ടാവുക. അതിനുശേഷം ഇതാ അതിൻ്റെ അടിവശത്തായിട്ട് ആ ഒരു ചെമ്പ് കമ്പി വെച്ചിട്ട് ഇത് അങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. പല സാധനങ്ങൾ വെച്ചിട്ട് പല രീതിയിൽ ഇലകൾ ഉണ്ടാക്കുന്ന രീതി ഞാൻ എൻ്റെ മറ്റുള്ള വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏത് രീതിയാണോ കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പൂങ്കുലയിൽ ഈ 2 ഇലകളും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഓർക്കിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ 1-2 പൂങ്കുലയും കൂടെ തയ്യാറാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം.